യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 9-ാം ദിവസമാണ് യേശുനാഥൻ പുതിയ നിയമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ യേശുനാഥൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടുപോവുകയാണ്. അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് 9-ാം ദിവസം യേശു തന്നെയാണ്. 1-ാം ദിവസം മുതൽ 9-ാം ദിവസം നമ്മൾ കാണുമ്പോഴും യേശു തന്നെയാണ്. എന്നാൽ ശിഷ്യന്മാർ വെറുതെ നോക്കി നിൽക്കുകയാണ്. അത്ഭുതങ്ങളൊക്കെ കാണുന്നു, ഒരു മനസ്സാന്തരവും ഒന്നും തന്നെ അവർക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെ ശിഷ്യന്മാരൊത്ത് യേശുനാഥൻ ഒരു പട്ടണത്തിലേക്ക് വരികയാണ്, നയേനിയ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക്. ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ ജനക്കൂട്ടം ഒരു ശവമഞ്ചിരം ചമ്മന്നുകൊണ്ട് വരികയാണ്. പുറകിലൂടെ ഒരു വിധവ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കരച്ചിൽ കേട്ട് യേശുനാഥൻ നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുമ്പോൾ യേശുനാഥൻ ചോദിക്കുകയാണ്, എന്തിനാണ് ആ സ്ത്രീ കരയുന്നത്? കണ്ണീരിന് യേശുനാഥന് അന്നും ഇന്നും വിലയുണ്ട്. ആര് തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അവരോട് കർത്താവിന് കരുണ തോന്നും, ദയ തോന്നും, സ്നേഹം തോന്നും. ഈ വിധവയുടെ കരച്ചിൽ കണ്ട് യേശുനാഥൻ അന്വേഷിച്ചു, എന്താണ് ഈ വിധവ കരയാനുള്ള കാരണം. ഉടനെ അവിടെ നിന്ന ശിഷ്യന്മാരും മറ്റുള്ളവരും പറഞ്ഞു, ആ വിധവയുടെ മകൻ മരിച്ചുപോയി, ഏക മകനായിരുന്നു. ആ സ്ത്രീക്ക് ഇപ്പോൾ ഒരാളും തുണയ്ക്കായിട്ടില്ല. അപ്പോൾ അവൾ ഹൃദയം നുറുങ്ങി കരയും. ഇത് കേട്ട ഉടനെ യേശുനാഥൻ ഒന്നും മിണ്ടുന്നില്ല. നമുക്കറിയാം യേശുനാഥൻ്റെ സ്വഭാവം അധികം സംസാരിക്കുകയൊന്നുമില്ല, വളരെ ചുരുക്കം ഷോർട്ടായിട്ടേ സംസാരിക്കുകയുള്ളൂ. ഇവരിങ്ങനെ പറഞ്ഞ ഉടനെ യേശുനാഥൻ നേരെ ആ ശവമഞ്ചിരം വലിച്ചുകൊണ്ട് വരുന്ന ജനത്തിൻ്റെ അടുക്കിലേക്ക് യേശുനാഥൻ നടന്ന് ചെല്ലുന്നു. ചെന്നിട്ട് ആദ്യം യേശുനാഥൻ ആ വിധവയോട് പറഞ്ഞു, കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് യേശുനാഥൻ നേരെ മുൻപിലോട്ട് വന്നിട്ട് ശവപ്പെട്ടിയുമേ തൊടയുന്നു. ശവപ്പെട്ടിയുമേ തൊട്ട ഉടനെ ചുമന്നുകൊണ്ട് പോകുന്നവർ അവിടെ നിന്നു. വചനത്തിൽ പ്രത്യേകം എഴുതി വച്ചിരിക്കുകയാണ്, അവിടെ നിന്നു അവർ. അതിനുശേഷം യേശു 2-ാമത്തെ വാക്ക് പറയുകയാണ്, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഒറ്റ വാക്കാണ് യേശുനാഥൻ, എഴുന്നേൽക്കുക. മരിച്ചവനിതാ ചാടി എഴുന്നേറ്റ്. ഒറ്റ നിമിഷമാണ്, ചാടി എഴുന്നേറ്റ് അവൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപക്ഷെ അവർ ശവപ്പെട്ടി നേരെ നിലത്ത് വെച്ച് അവരെല്ലാം ഭയന്നുപോയി. അമ്മയുടെ കരച്ചിൽ നിന്ന് കാണും. ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു, കുറേ ജനങ്ങളുണ്ട്. അപ്പോൾ അവരെ അടക്കം ചെയ്യാൻ കൊണ്ടുപോയിരുന്നു. ആ സമയത്താണ് യേശു വരുന്നത്. ആ മരിച്ചവനെ ഉയർപ്പിക്കുകയാണ്, ജീവൻ കൊടുക്കുകയാണ് കർത്താവ്. ആ വചനം നമുക്കൊന്ന് ശ്രമിക്കാം. ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം. ഹല്ലേലൂയ. അതിനുശേഷം അവൻ നയേനിയ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരോടും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. ശിഷ്യന്മാരും ഉണ്ട്, യേശുവുണ്ട്, വലിയൊരു ജനക്കൂട്ടവും. ഇത്രയൊക്കെ ഇവിടെ ആകുമ്പോഴത്തേനും യേശുനാഥന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കാണിക്കുന്നതുകൊണ്ട് ജനം അങ്ങോട്ട് കൂടാൻ തുടങ്ങി. അവൻ നഗര കവാടത്തിന് അടുത്ത് എത്തിയപ്പോൾ, അങ്ങനെ യേശുനാഥൻ നടന്നു വരികയാണ് ശിഷ്യന്മാരൊത്ത് നയേനിയ എന്ന പട്ടണത്തിലേക്ക്. അങ്ങനെ നഗര കവാടത്തിനടുത്ത് എത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ. ഒരു വിധവ, ഭർത്താവില്ലാത്ത ഭാര്യ. ആ ഏക മകനായിരുന്നു ആ വിധവയ്ക്ക് ഏക ആശ്രയം. അവൻ പട്ടണത്തിന് വലിയ ഒരു ജനക്കൂട്ടവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വരണ സമയത്ത് അവളുടെ കൂടെ ജനങ്ങളും പട്ടണത്തിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പോരേണ്. ഈ വിധവയുടെ കരച്ചിലും സങ്കടങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളെ കണ്ട് മനസ്സറിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു. അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഹൃദയം നൊന്ത് നെഞ്ചത്ത് മാർത്ത കടിച്ച് കരഞ്ഞ് വരണ സമയത്ത് ഈ ജനങ്ങളുമുണ്ട്.
ഉടനെ യേശു അത് കാണണം. ഹല്ലേലൂയ. മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ഒട്ടന്നെ യേശു പറയണം, ഒറ്റ വാക്കാണ്. യേശു ആദ്യം അന്വേഷിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് മനസ്സിലാക്കും, ഇന്നമാരാണ് ഇന്നമാരുന്നത്. ഉടനെ യേശു നേരെ മുമ്പിലോട്ട് ചെന്നിട്ട് അവളോട് പറയണം, കരയേണ്ട. ഹല്ലേലൂയ. അവൻ മുന്നോട്ട് വന്നു ശവമഞ്ചരത്തിന്മേൽ തൊട്ടു. മരിച്ച ശവമഞ്ചരത്തിന്മേൽ അവൻ അങ്ങോട്ട് കൈവയ്ക്കുകയാണ്. പെട്ടീമ ദൈവപുത്രനാണ്, മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മളെപ്പോലെ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ദൈവമായ കർത്താവ്. അത് വഹിച്ചിരുന്നവർ അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിങ്ങളോട് പറയുന്നു. അത് വഹിച്ചിരുന്നവർ അവിടെ നിന്നു. ഉടനെ യേശു പറയണം, ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. ഒറ്റ വാക്കാണ് യേശുവിന്, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഉടനെ മരിച്ചവൻ ശവപ്പെട്ടിക്കകത്ത് എഴുന്നേറ്റിരുന്നു. എന്തൊരു വലിയ അത്ഭുതമാണെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ അതിനകത്തിരുന്നുകൊണ്ട് പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്തായിരിക്കും ചിലപ്പോൾ നിങ്ങളെ എവിടെ കൊണ്ടുപോകണം, എന്നെ എന്താണ് ഇതെന്നൊക്കെ, അച്ഛനെ കൂട്ടാൻ എന്താണെന്നൊക്കെ പല കാര്യങ്ങളും. അമ്മയാണ് കരയും കൂടിയാണ്. അപ്പോൾ അവൻ മരിച്ചവനിപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശുനാഥൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ദൈവത്തെ സ്തുതിച്ച് അങ്ങോട്ട് മഹത്വപ്പെടുത്തി. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. വലിയൊരു പ്രവാചകൻ. യേശുനാഥനെ ഒരു പ്രവാചകനായിട്ട് ആ നാട്ടിൽ കാണുന്നത്. ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. മരിച്ചവനെ ഉയർപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ ആ നാട് മൊത്തം അങ്ങോട്ട് ഇളകി. മരിച്ചിട്ട് ചിലപ്പോൾ 2 ദിവസമായി ഉണ്ടാവും അല്ലേ. അപ്പം കുഴിച്ചിടാനായിട്ട് കൊണ്ടുപോയാണ്. അപ്പോൾ അത് ഉയർത്തെഴുന്നിട്ട് അവൻ ജീവിച്ചെന്ന് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പരന്നു എല്ലാവരും. ഇങ്ങനെ പിന്നെ യേശുവിന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് വരുന്നത്. കാരണം യേശുവിനെ ഒരു പ്രവാചകനായിട്ട് കാണുമ്പോൾ യേശുവിൻ്റെ സ്ഥലത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഇതിന് ജനം ഓടിക്കൂടിയാണ്. ഹല്ലേലൂയ. വരാനിരിക്കുന്നവൻ നീ തന്നെയാവോ, അതോ ഞങ്ങൾ വേറൊരുവനെ അന്വേഷിക്കണമോ? ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ജനങ്ങളൊക്കെ യേശുവിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടി. അപ്പോൾ അവർക്ക് ഒരു കാര്യം അറിയാം, ദൈവം വരുമെന്ന്, ദൈവമായ കർത്താവ് വരുമെന്ന് ഇസ്രായേൽക്കാർക്ക് മുഴുവനും അറിയാം. അത് നീ തന്നെയാണോ എന്ന് അവർ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ? യേശുവിനെ നേരെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. വരാനിരിക്കുന്നവൻ, ഒരു ദൈവമായ കർത്താവ് വരുമെന്ന് ഇസ്രായേൽ ദേശത്തുള്ളവർക്ക് അറിയാം. അത് നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ അന്വേഷിക്കണമെന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ ചോദിക്കാൻ തുടങ്ങി. എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അവൻ പറഞ്ഞു വിട്ടേക്കാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ വേറെ ഒരുത്തനെ അന്വേഷിക്കണമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അവർ വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാരെ രക്ഷിക്കുകയും ചെയ്തു. ഇതങ്ങാട് കേട്ടപ്പോഴത്തേക്ക് അനേകം മക്കളെ രോഗശാന്തിയും കൊടുക്കുകയാണ് യേശുനാഥൻ. ശിഷ്യന്മാരൊന്നും ചെയ്യണില്ല. പക്ഷെ ഇതെല്ലാം ശിഷ്യന്മാർ കാണുന്നുണ്ട്. അവർ കണ്ട് പഠിക്കട്ടെ എന്നാണ് യേശു പറയുന്നത്. അവരൊരു വാക്ക് പോലും മിണ്ടുന്നില്ല. അവർ കാണുന്നു, പോകുന്നു. ഒരത്ഭുതവും അവർക്ക് ചെയ്യാനോ പറയാനോ പറ്റിക്കുന്നില്ല. അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അനേകം കുരുടന്മാർക്കും മുടന്തന്മാർക്കും ഒക്കെ കാഴ്ച കൊടുത്ത് യേശുനാഥൻ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക.
നിങ്ങൾ നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം യോഹന്നാനെ അറിയിക്കുക. അപ്പോൾ യോഹന്നാൻ സ്നാപക യോഹന്നാനെ അറിയിക്കുക. കാരണം ഞാൻ തന്നെയാണ് വരാനിരിക്കുന്നവൻ. അത് യേശു പറയുന്നില്ല, യേശു ഉപമയിലൂടെ പറയുന്നു. മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്നു, കുരുടൻ കാണുന്നു, കണ്ണ് കാണാത്തവന് കണ്ണ് തുറന്നു കൊടുക്കുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. ഇതൊക്കെ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ ദൈവമായ കർത്താവ് ഞാൻ തന്നെയാണെന്ന് യേശു പറയുന്നില്ല, അത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കപ്പെടുന്നു, ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ. യേശു ലാസ്റ്റ് പറയുന്നു, എന്നിൽ ഇടർച്ച ഇല്ലാത്തവൻ ഭാഗ്യവാൻ. ഇടർച്ച ഉള്ളത് ആർക്കാണ്? പെരിസ്യർക്കാണ്. ഇവൻ ഈ ചെയ്യണതൊക്കെ കാണുമ്പോൾ പെരിസ്യർക്ക് ഭയങ്കര ഇടർച്ച, കുറ്റം പറയും. ശാപത്താണ് അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ദൈവത്തെയോ ദൈവപുത്രനെയോ അവർ ചെയ്യുന്ന പ്രവർത്തികളോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അംഗീകരിക്കുന്നുണ്ടാവും, പക്ഷെ ശാപത്താണെന്ന് പറഞ്ഞിട്ട് അവർ ദൈവമായ കർത്താവിനോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അത് യേശുനാഥന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ യേശുനാഥൻ ശാബത്ത് ദിവസങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. നമ്മൾ ഈ 9-ാം ദിവസം ഇങ്ങനെ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ഒരത്ഭുതവും കാണുന്നില്ല. ഉണ്ട് കുറച്ച് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ മനുഷ്യനായിട്ട് പരസ്യ ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ യേശുനാഥൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണം. നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. ദൈവമായ കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ആ ഒറ്റ ബോധ്യത്തിലാണ് യേശുനാഥൻ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇന്ന് 9-ാം ദിവസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂ അങ്ങോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.